ഗോവിന്ദച്ചാമിയുടെ മൊഴി അഴിയറുത്തെടുത്തത് എങ്ങനെയാണ്, പുറത്തേക്കിറങ്ങിയത് എങ്ങനെയാണ് എന്ന കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത നൽകുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക്. 4 മാസം മുൻപേ ഈ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നതാണ്. കണ്ണൂർ ജയിലിൽ പേരിന് പോലും സുരക്ഷയില്ല എന്ന് വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു കുറെ കാലമായി ഗോവിന്ദച്ചാമി അവിടെ ചില പരീക്ഷണങ്ങൾ നടത്തിയത്. എങ്ങനെയാണ് പുറത്തേക്കിറങ്ങിയത്? ആ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. വർമാർ എപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. തടവുകാരുടെ കാര്യത്തിൽ പ്രത്യേകമായൊരു ശ്രദ്ധയോ ഒന്നും ഉണ്ടായിരുന്നില്ല അവരുടെ ഭാഗത്ത് നിന്ന്. അതുകൊണ്ടാണ് ഇവിടുന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന തോന്നലുണ്ടായത് എന്നതാണ് ഗോവിന്ദച്ചാമി പോലീസ് നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം. മറ്റു വിവരങ്ങളിലേക്ക്. ഗ്ലാസും പ്ലേറ്റും പുറത്തേക്കെറിഞ്ഞ് പരീക്ഷിച്ചു. ശബ്ദം കേട്ട് ആരെങ്കിലും ഒക്കെ വരുമോ എന്നത് അറിയുന്നതിന് വേണ്ടിയാണ് അത്തരം ചില പരീക്ഷണങ്ങളൊക്കെ നടത്തിയത് എന്ന് ഗോവിന്ദച്ചാമി അന്വേഷണത്തിന് എത്തിയ ഉദ്യോഗസ്ഥരോട് പറയുന്നുണ്ട്. അഴിയെറുക്കാൻ തുടങ്ങിയിട്ട് 4 മാസമായി എന്നതാണ് ഗോവിന്ദച്ചാമി മൊഴിയെടുപ്പിന്റെ ഭാഗമായി പറഞ്ഞിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ പറഞ്ഞിരിക്കുന്നത് അഴി നൂൽവണ്ണമായിട്ടും അത് പൊട്ടിച്ചെടുക്കാൻ കഴിയും എന്ന നിലയിലേക്ക് എത്തിയിട്ട് പോലും ജയിൽ വാർഡന്മാർ അറിഞ്ഞില്ല. ഒരു പരിശോധനയും അതീവ സുരക്ഷയിൽ പാർപ്പിക്കുന്ന ക്രിമിനലുകളുടെ കാര്യത്തിൽ അവർ രക്ഷപ്പെടുമോ എന്ന കാര്യത്തിൽ ഉണ്ടായില്ല. ട്രെയിൻ മാർഗം രക്ഷപ്പെട്ടു പോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയായിരുന്നു ഗോവിന്ദച്ചാമിക്ക് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ഈ ഗോവിന്ദച്ചാമി സൗമ്യയെ ആക്രമിച്ചത് അതും ട്രെയിനിൽ വെച്ചായിരുന്നു. ട്രെയിൻ മാർഗം രക്ഷപ്പെടാനാകും, അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ഉണ്ടായത്. പക്ഷേ ആളുകൾ പിടിച്ചു, അതുകൊണ്ട് ട്രെയിനിൽ കയറി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നതാണ് ഗോവിന്ദച്ചാമി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരിക്കുന്നത്. പണമില്ലാത്തത് രക്ഷപ്പെടുന്നത് തടസ്സമായി എന്നുൾപ്പെടെ ഉള്ള വിവരങ്ങൾ ഈ ചോദ്യം ചെയ്യലിൽ ഗോവിന്ദച്ചാമി പറഞ്ഞിട്ടുണ്ട്. ഇനി വിയ്യൂർ ജയിലിലേക്കാണ് ഗോവിന്ദച്ചാമിയെ മാറ്റാൻ പോകുന്നത്. ഇവിടെ നാട്ടുകാർ കണ്ടതുകൊണ്ട് പോലീസിനും ജയിലധികൃതർക്കും വലിയ നാണക്കേടില്ലാതെ ഗോവിന്ദച്ചാമി വേഗത്തിൽ പിടികൂടാൻ കഴിഞ്ഞു. ഇനി വിയ്യൂർ ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. ജയിൽ ചാട്ടത്തിന് പിന്നാലെ ഗോവിന്ദച്ചാമിയുടെ മൊഴിയുടെ വിശദാംശങ്ങളാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ജയിൽ വാർഡന്മാരുടെ ഭാഗത്തു നിന്നുൾപ്പെടെ ഉണ്ടായ ഗുരുതരമായ അനാസ്ഥ, സുരക്ഷാ വീഴ്ച, ആ സുരക്ഷാ വീഴ്ചയിൽ എന്ത് കർശനമായ നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്താണ് അടുത്ത പ്രധാനപ്പെട്ട ചോദ്യം. CK വിജയൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയൻ, ഗോവിന്ദച്ചാമി നൽകുന്ന മൊഴി കണ്ണൂരിലെ ജയിലിലെ സുരക്ഷയെ ഉദ്യോഗസ്ഥരാകെ പരിഹസിക്കുന്ന തരത്തിലാണല്ലോ. 4 മാസമായി ഞാൻ ഇവിടെ അഴിയറുത്തുകൊണ്ടേയിരിക്കുകയാണ്, നൂൽവണ്ണമായിട്ടും ഒരാൾ പോലും അറിഞ്ഞില്ല, പാത്രമൊക്കെ എറിഞ്ഞു നോക്കി, ആരെങ്കിലും ശബ്ദം കേട്ട് വരുമോന്ന്. എന്താണ് ഈ കണ്ണൂരിൽ നടക്കുന്നത് എന്നതിന്റെ ഒരു ചിത്രം കൂടിയല്ലേ ഗോവിന്ദച്ചാമിയുടെ മൊഴി? തീർച്ചയായും അതെ. സൈക്കോളജിക്കലായി ഈ ഗോവിന്ദച്ചാമി ആരാണ് എന്ന വിവരം ഈ ജയിലിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പോലും മനസ്സിലായിട്ടില്ല എന്ന് വേണം നമ്മൾ ആദ്യം കരുതാൻ. ഏതെങ്കിലും ഒരു പഴുതുണ്ടാക്കി അതിലൂടെ അയാൾ രക്ഷപ്പെടും എന്ന ഒരു തോന്നൽ 24 മണിക്കൂറും ഓരോ ജയിൽ ഉദ്യോഗസ്ഥൻ്റെയും മനസ്സിലും ഉണ്ടാകേണ്ടതാണ്. അത്രമാത്രം ഷ്രൂഡായ ഒരു ക്രിമിനലാണ്, ഒരു കൊടും ക്രിമിനലാണ് ഗോവിന്ദച്ചാമി. അയാൾക്ക് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വേണമെങ്കിൽ അതിനുള്ള സ്വാധീനം കൂടിയുണ്ട് എന്ന് അയാളുടെ കേസ് നടത്തിപ്പിൽ ഉടനീളം തെളിയിച്ചതുമാണ്. അതുകൊണ്ട് ഗോവിന്ദച്ചാമിയെ കേവലം കണ്ണൂർ സെൻട്രൽ ജയിലിലുള്ള ഒരു സാധാരണ തടവുകാരനായി മാത്രമാണ് അവിടെയുള്ള ആൾക്കാർ കണ്ടത്. ഉദ്യോഗസ്ഥന്മാരെ മുന്നിൽ പേടിച്ചും ഭയന്നുമൊക്കെ ജീവിച്ചു കൊള്ളും എന്നാണ് അവർ കരുതിയത്. പക്ഷേ ഓരോ നിമിഷവും ഗോവിന്ദച്ചാമിയുടെ തലച്ചോർ അവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് കടക്കാം എന്നുള്ളതിന്റെ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയായിരുന്നു എന്ന വസ്തുത അവർക്ക് ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല. അതിന് അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനം, ഒരു കൈയില്ലാത്ത ക്രിമിനൽ അയാൾ എങ്ങനെ ഇത്രയും ഉയരമുള്ള ജയിലിന്റെ മതിൽക്കെട്ടൊക്കെ ചാടിക്കടന്നു എന്നതൊക്കെ വലിയ സംശയമുണ്ടായിരുന്നില്ല. ആരുടെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നതാണല്ലോ ആ പ്രധാനപ്പെട്ട സംശയം. ഇപ്പോൾ സഹതടവുകാരൻ ഉൾപ്പെടെ അറിയില്ല എന്നതാണോ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി മനസ്സിലാകുന്നത്? ഇയാളുടെ മൊഴിയിലും അങ്ങനെ തന്നെയാണോ? അത് വിശ്വസിക്കാൻ കഴിയുന്നതാണോ വിജയൻ? സഹതടവുകാരൻ്റെ ആനുകൂല്യം മുതലാക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഗോവിന്ദച്ചാമി ചെയ്തിട്ടുള്ളത്. കാരണം അയാൾ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് വേണ്ടി ഈ മാനസികാരോഗ്യത്തിന് വേണ്ടി ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ സഹതടവുകാരൻ ഉറങ്ങിപ്പോകും. അത് ഇയാൾക്ക് വലിയ ഒരു അനുഗ്രഹമായി. ഒരുപക്ഷെ സഹതടവുകാരൻ മറ്റൊരാളായിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള പദ്ധതി നടക്കില്ലായിരിക്കാം. അതായിരിക്കാം ഒരുപക്ഷെ ഇതിനു മുൻപ് ഈ അറ്റംപ്റ്റുകൾ അദ്ദേഹം നടത്താതിരുന്നത്, ഗോവിന്ദച്ചാമി നടത്താതിരുന്നത്. കാരണം അധിക കാലമായിട്ടില്ല ഈ തമിഴ്നാട് സ്വദേശിയായ സഹതടവുകാരൻ ഈ മുറിയിലേക്ക് വന്നിട്ട്. അതുകൊണ്ട് അനുകൂലമായൊരു സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാത്തിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ ഗോവിന്ദച്ചാമി ചെയ്തുകൊണ്ടിരുന്നത്. അതിന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു കമ്പി അയാൾ അതിനെ അരത്തിൻ്റെ രൂപത്തിലേക്ക് മാറ്റി തേച്ച് ഷേപ്പ് വരുത്തുന്നു. അത് ഉപയോഗിച്ച് കഴിഞ്ഞ 4 മാസമായി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രാഗിക്കൊണ്ടിരിക്കുകയാണ് ഈ ജയിലഴികൾ. ഈ ജയിലഴി രാഗി ഈ തേച്ച് കളഞ്ഞ് ഒരു നൂൽ വണ്ണത്തിലാക്കി എന്നാണ് അയാൾ പ്രയോഗിച്ചിരിക്കുന്ന മൊഴിയിലുള്ളത്.
എന്നുള്ളത്. നൂൽവണ്ണമാക്കിയിട്ടും ഇവർ അറിഞ്ഞില്ല എന്നുള്ളതാണ്. തൊട്ടു മുന്നിലാണ് വാർഡന്മാർ ഇരിക്കുന്ന സ്ഥലം. അവിടത്തേക്ക് അവരുടെ ശ്രദ്ധ തൻ്റെ ഭാഗത്തുണ്ടോ എന്ന് പല രീതിയിൽ നോക്കി അപ്പോൾ അത് പരീക്ഷിക്കുന്നതിന് വേണ്ടി ആദ്യം ഗ്ലാസ് എറിയും, ശബ്ദം കേൾക്കുന്നില്ല, തലയുയർത്തി നോക്കുന്നത് പോലുമില്ല, മുഴുവൻ സമയവും അവർ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വേണം കുറച്ചുകൂടി ശബ്ദമുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പ്ലേറ്റ് എടുത്ത് എറിഞ്ഞു നോക്കും. ഇത്തരത്തിൽ പലതവണ അയാൾ ഈ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് നിരന്തരമായി ഈ പ്ലേറ്റും ഗ്ലാസും പുറത്തേക്ക് എറിയുന്നത് അല്ലെങ്കിൽ പലതവണ എറിയുന്നത് എന്ന ഒരു ആലോചന പോലും അവിടെ നടന്നില്ല. അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമായി എറിഞ്ഞതാകാം എന്ന സ്വാഭാവികമായ ഏറ്റവും ലേമൻ ചിന്ത മാത്രമേ അവിടെ നടന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വം അത് ജോലിയുടെ ഭാഗമായി നിർവഹിക്കുന്നതിൽ വലിയ വീഴ്ചയുണ്ടായി എന്നത് വ്യക്തമാവുകയാണ്. ഈ ട്രെയിൻ കയറി രക്ഷപ്പെടാം എന്നതായിരുന്നല്ലോ. ഇപ്പോൾ നമുക്കൊപ്പം ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന്, ഒപ്പം കണ്ണൂരിൽ നിന്ന് ഫെലിക്സും, തൃശ്ശൂരിൽ നിന്ന് MS ലിഷോയും കൂടി പുതിയ വിവരങ്ങളുമായുണ്ട്. വിജയൻ, ഈ ട്രെയിൻ മാർഗം രക്ഷപ്പെടാം എന്നതായിരുന്നല്ലോ ഇയാളുടെ പ്ലാൻ. കയ്യിൽ പണമില്ലാത്തത് കൊണ്ട് ആ പദ്ധതി പാളിപ്പോയി എന്നാണോ, അതോ ഈ നാട്ടുകാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിന് സമീപത്ത് വെച്ചാണോ നാട്ടുകാർ പിടികൂടിയത്? തീർച്ചയായും ഏതൊരു തടവുകാരനും അയാളുടേതായ ഒരു മോഡസ് ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ തന്നെ ഗോവിന്ദചാമിക്കും അത്തരത്തിലൊരു മോഡസ് ഉണ്ട്. ഗോവിന്ദചാമിയുടെ മനസ്സ് എപ്പോഴും ഒരു ട്രെയിനുമായി റിലേറ്റ് ചെയ്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇതിൻ്റെ ഈ നേരത്തെ തന്നെ ഫോറൻസിക് പരിശോധനകളും മറ്റും നടത്തിയ ആൾക്കാർക്കെല്ലാം തന്നെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് പോലീസും ആദ്യം ചിന്തിച്ചത് എത്രയും വേഗം റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുക എന്നതാണ്. അതുകൊണ്ടാണ് മംഗലാപുരം, ഒരുപക്ഷെ കോഴിക്കോട്, കാസർഗോഡ് എല്ലാം പരിശോധന നടത്തിയത്. ഗോവിന്ദചാമിയുടെ യഥാർത്ഥത്തിലുള്ള പദ്ധതി അതുതന്നെ ആയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ആദ്യത്തെ അപകടം പറ്റിയത് അവിടെ നിന്നൊരു വാഹനം പിടിച്ച് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പണം ഉണ്ടായില്ല. അത് കഴിഞ്ഞ് അയാൾ ഒരാളോട് ചോദിക്കുന്നു, നടന്നു പോകാനുള്ള സ്ഥലം ചോദിക്കുന്നു. അങ്ങനെ നടന്നു പോകാനുള്ള സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു. കാരണം ഗോവിന്ദചാമി ഒരുപാട് കാലമായി ഭൂമിയിൽ ഇറങ്ങിയിട്ട്. അതുകൊണ്ട് അയാളെ ഒരു ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വലതു ഭാഗത്തേക്ക് പോയാൽ മതി എന്നാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. സത്യത്തിൽ അത് AKG ആശുപത്രിയുടെ ഭാഗത്തു നിന്നും വലതു ഭാഗത്തേക്ക് തിരിയുന്നതാണ്. ഒരുപക്ഷെ രതീഷിന് അറിയാം അതിൻ്റെ ഭൂമിശാസ്ത്രം. പക്ഷേ ഈ ആശുപത്രി എന്ന് മാത്രമേ ഇയാൾക്ക് മനസ്സിലായുള്ളൂ. അദ്ദേഹം ഈ കൊയിലി ആശുപത്രി കഴിഞ്ഞപ്പോൾ കാണുന്ന ആദ്യ റോഡിലൂടെ അങ്ങോട്ട് മാറിപ്പോകുന്നു. പിന്നീടാണ് അതൊരു ഊടുവഴിയിലൂടെ വഴി തെറ്റി വീണ്ടും DCC ഓഫീസിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ എത്തുമ്പോഴേക്കും വാർത്തകൾ വരുന്നു, ആൾക്കാർ സെർച്ച് ചെയ്യുന്നു, ഇയാളെ സംശയം തോന്നുന്നു, ചോദിക്കുന്നു, അങ്ങനെ പിടിക്കപ്പെടുന്നുള്ള ഘട്ടത്തിൽ അവിടെ നിന്ന് ഓടുന്നു. ഒരുപക്ഷെ അയാൾക്ക് ഈ അവിടെ നിന്ന് മാറി റെയിൽവേ ട്രാക്കിലേക്ക് എത്താനുള്ള വഴി കിട്ടിയിരുന്നു എങ്കിൽ ആ ട്രാക്ക് വഴി സ്വാഭാവികമായും ഗോവിന്ദചാമി രക്ഷപ്പെട്ടു കാണും. ശരി, ഇതാണ് അയാളുടെ ഒരു ഓപ്പറേഷൻ രീതി, പ്ലാൻ ഇങ്ങനെയായിരുന്നു. ആ പ്ലാനിന്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ഗൗരവമുള്ള വീഴ്ചയുണ്ടായി എന്നത് ആവർത്തിക്കുന്നതാണ്. അതിന്റെ ഗൗരവ സ്വഭാവം കൂടുതൽ വ്യക്തമാക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ മൊഴിയുടെ ഉള്ളടക്കവും. ഫെലിക്സിലേക്കാണ്. ഫെലിക്സ്, അതീവ സുരക്ഷയുള്ള വിയ്യൂർ ജയിലിലേക്ക്, തൃശ്ശൂർ വിയ്യൂർ ജയിലിലേക്ക് ഗോവിന്ദചാമിയെ കൊണ്ടുപോയിരിക്കുകയാണ്. എപ്പോഴാണ് കൊണ്ടുപോയത്? കണ്ണൂരിൽ ഇനി നിർത്തിയാൽ കുഴപ്പമാവും, കണ്ണൂരിൽ കാര്യങ്ങൾ ശരിയാകില്ല എന്നൊരു തോന്നലുമുണ്ടോ ജയിൽ ഉദ്യോഗസ്ഥർക്ക്? തൃശ്ശൂരിൽ എന്താണ് കണ്ണൂരിൽ ഉള്ളതിനേക്കാൾ കൂടുതലായി ഉള്ളതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്? രതീഷ്, ഇന്ന് രാവിലെ 7:15 കൂടിയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ഗോവിന്ദചാമിയെ അതീവ സുരക്ഷയിൽ പോലീസ് വാഹനത്തിൽ വിയ്യൂരിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. സ്വാഭാവികമായും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇങ്ങനെയൊരു ജയിൽ ചാട്ടം നടത്തിയൊരു വ്യക്തിയെ പിന്നീട് വീണ്ടും അവിടെ പാർപ്പിക്കുന്നത് തീർച്ചയായിട്ടും അത് പൊതുജനത്തിന് മുമ്പിലടക്കം അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും എന്ന വിലയിരുത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം നമ്പർ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അതീവ സുരക്ഷാ ബ്ലോക്കാണ്. ഒരു മതിലുണ്ട്. ആ മതിലൊക്കെ ചാടിയതിന് ശേഷമാണ് ഏറ്റവും പുറത്തെ മതിലും ചാടി കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഗോവിന്ദചാമി പോകുന്നത്. അപ്പോൾ അതീവ സുരക്ഷാ ജയിൽ തന്നെയായിരുന്നു എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അങ്ങനെയൊന്നും അല്ല അവിടെ സംഭവിച്ചതെന്ന് വ്യക്തമാണ്. സ്വാഭാവികമായും ഇനി അവിടെ പാർപ്പിക്കുക എന്നത് അത് തീർച്ചയായിട്ടും അത് ജയിൽ വകുപ്പിനടക്കം വലിയ ആക്ഷേപത്തിന് ഇടയാക്കുമെന്ന് ഉറപ്പാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവിടെ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റാൻ ഒരു തീരുമാനം എടുക്കുകയും ഇന്ന് പുലർച്ചെ, അതായത് ഇന്നലെ റിമാൻഡിലായ ഗോവിന്ദചാമിയെ ഇന്നലെ വൈകുന്നേരം 7 മണിക്കാണ് ജയിലിനുള്ളിലേക്ക് പ്രവേശിച്ചത്. 10ാം നമ്പർ ബ്ലോക്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സെല്ലിലല്ല, മറ്റൊരു സെല്ലിലേക്ക് മാറ്റുകയും അവിടെയാണ് ഇന്നലെ രാത്രി വരെയും ഇയാൾ കഴിഞ്ഞിരുന്നത്. ഇന്ന് പുലർച്ചെ അതിവേഗം, അതായത് കൂടുതൽ നേരം കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിർത്തേണ്ടതില്ല എന്ന് തന്നെയുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ 7 മണിക്ക് വൻ പോലീസ് സന്നാഹത്തിൻ്റെ അകമ്പടിയോടുകൂടി ഗോവിന്ദചാമിയെ വിയ്യൂരിലേക്ക് കൊണ്ടുപോയത്.